ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ എൻ്റെ ഇടുക്കിയിലെ വീട്ടിലാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പുറത്തേക്കൊക്കെ പോയി കാഴ്ചകളൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം മോനവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മുറ്റത്ത് രണ്ടുപേരും വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനാ വന്നതെന്നറിയാവോ? നമ്മുടെ വീടിന് ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാവിൻ്റെ മരം മുറിക്കാനാണ് കേട്ടോ. ഈ കാണുന്നതാണ് ആ പ്ലാവ്. അപ്പോൾ ആ പ്ലാവ് മുറിക്കാനായിട്ട് വന്നപ്പോൾ നല്ല മഴയുണ്ട്. അതുകൊണ്ട് കുറച്ച് നേരം അവർ മാറി നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഇടുക്കിയിൽ വന്നപ്പോൾ നൈറ്റിയൊക്കെ ഇട്ട് ഇങ്ങനെ വീട്ടമ്മയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. കണ്ടോ മഴ പെയ്യുന്നത്. മഴ പെയ്യുന്നത് കാണുമ്പം നമുക്ക് ദുബായിക്കാരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. കാരണം അത്രയും ചൂടിൽ നിന്നൊക്കെ വരുന്നതല്ലേ. അപ്പം നാച്ചുറലി നമുക്ക് നല്ലൊരു രസം തോന്നില്ലേ. അവർ മരത്തിൻ്റെ ഓരോ കഷ്ണങ്ങളും മുറിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യം മുറിച്ചിട്ട് 1-2 കഷ്ണങ്ങൾ നമുക്ക് ചെറിയ കേടുപാടുകളൊക്കെ ഉണ്ടാക്കി കേട്ടോ നമ്മുടെ വീടിന്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ സൂക്ഷിച്ച് ചെയ്യണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ മരത്തിൻ്റെ ചില്ലകൾ കെട്ടി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ കെട്ടി ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. പിന്നെ കണ്ടോ, ഒരുപാട് ഇലകളും ഒരുപാട് ചില്ലകളും തടിയൊക്കെ കിട്ടും കേട്ടോ. അപ്പം ഈ കയറ് മുകളിൽ വെട്ടുന്ന ആൾ കയറ് കെട്ടും, താഴത്തെ ആൾ വലിച്ച് പിടിക്കും. അല്ലെങ്കിൽ ഒറ്റ വീഴ്ച വീണ നാശനഷ്ടങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നല്ല രസമാണ്. ഞാൻ വളരെ കൗതുകപൂർവ്വം കുറേ നേരം ഇതൊക്കെ നോക്കി നിന്ന് കേട്ടോ. അപ്പം എനിക്കിന്ന് ഒരുപാട് കാര്യങ്ങളുള്ളതാണ്. അപ്പം ഞാൻ അടിമാലിയിൽ വന്നത് തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടിയായിരുന്നു കേട്ടോ. ബാങ്കിൽ പോകണമായിരുന്നു, അങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ ഈ മരം മുറിക്കുന്നത് നോക്കി നിൽക്കുക. കാരണം മരം മുറിച്ച് നമുക്ക് വല്ല നമ്മുടെ വീടിനോ ഒക്കെ വല്ല നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ നോക്കി നിൽക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ചുമ്മാ എൻ്റെ ഒരു സെൽഫി എടുത്തതാണ്. ഞാൻ ഭയങ്കര ടയേർഡാണ് കേട്ടോ. കാരണം നമ്മൾ കണ്ടിന്യൂസ്ലി യാത്ര, വെയിൽ കൊള്ളൽ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ സ്ഥിതി ഇച്ചിരി ദയനീയമാണ്. പിന്നെ കണ്ടോ, അപ്പം മരം മുകളിൽ വരെ വെട്ടി. നല്ല പ്രായമുള്ള ആൾക്കാരാണ് കേട്ടോ ഈ മരം വെട്ടുന്നത്. എനിക്ക് ഭയങ്കര അല്പം 10-65 വയസ്സൊക്കെ ഉള്ള 65-66 വയസ്സുള്ള മനുഷ്യന്മാരാണ് ഇത് വെട്ടുന്നത്. അവർക്ക് പണി ചെയ്ത് ശീലിച്ചത് കാരണമായിരിക്കും അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. അപ്പം ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറയുന്ന പോലെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും കേട്ടോ. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നില്ല. ചക്കയൊക്കെ ആദ്യം തന്നെ ഉണ്ടായിട്ട് അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് മെഷീനുണ്ട്. അപ്പോൾ ഇനിയും പരിപാടിയുണ്ട്. ഇനിയും മരം 3-4 കഷ്ണങ്ങളായിട്ട് മുറിക്കണം. അപ്പം അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ വീഡിയോ ഹൈ റേഞ്ച് കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.